ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ തറവാട്ടിൽ നടന്ന കുടുംബ സംഗമത്തിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ലേഖടിപ്പിക്കാണ്ട് വീഡിയോയിലോട്ടേക്ക് പോകാം. അങ്ങനെ 2-3 ദിവസത്തെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്നുണ്ടായ ഒരു കുടുംബസംഗമേനു. കുറേ ദിവസത്തെ പ്ലാനിങ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂലെന്ന് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങനെ സെറ്റാക്കിയെടുത്ത ഒരു കുടുംബസംഗമേനും കേട്ടാ. നമ്മളിതിന് മുന്നേ 2019 കുടുംബസംഗമായിട്ട് അങ്ങനെ കുടുംബസംഗമം എന്ന് പറയാനൊന്നും ഇല്ല. നമ്മളെ ഉമ്മാമ മക്കള് അങ്ങനെ നമ്മളെ ഉമ്മാമാന്റെ ഫാമിലി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒത്തുചേർന്നത്. അതിനുശേഷം പിന്നെ ഇപ്പാണ് കേട്ടാ ഇങ്ങനെ ഒരു മീറ്റപ്പ് നടത്തുന്നത്. അപ്പോൾ ഇതാ രാവിലെ ഒരു 10-11 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ മോളെയും കൂടി മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒന്നും ഇങ്ങനെ മുടിയെല്ലാം കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ മുടി കെട്ടാനൊന്നും സമ്മതിക്കൂല. അങ്ങനെ കുറച്ച് മൂടുള്ള സമയത്ത് ഇങ്ങനെ കളിക്കുന്ന ടൈം ഇങ്ങനെ പാട്ടെല്ലാം പാടിക്കൊടുത്തിട്ട് വേണം കേട്ടോ മുടിയെല്ലാം കെട്ടിക്കൊടുക്കണമെങ്കിൽ. അങ്ങനെ റെഡിയായി എല്ലാം പാക്ക് ചെയ്ത് ബാഗെല്ലാം പാക്ക് ചെയ്ത് മോളുടെ ഒരു ഹവായി ചെരുപ്പും കൂടി എടുക്കുന്നുണ്ട്. ചിലപ്പോൾ പറയാൻ കഴിയില്ലല്ലോ, ഷൂ അയക്കണം ഹവായി ചെരുപ്പ് ഇടണം എന്നെല്ലാം പറഞ്ഞു കളിയും. എന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടെല്ലാം ചേഞ്ച് ആക്കി കൊടുത്ത് അങ്ങനെ രാവിലെ നാസ്തെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ നമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾ പോയപ്പം തന്നെ ഇങ്ങനെ കപ്പയുണ്ടല്ലോ, കപ്പയെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു. അപ്പൊ ഇതാ എൻ്റെ ഉമ്മാന്റെ അനിയത്തിയോ ഒരു ഏട്ടത്തിയോ തറവാടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവര് അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിന്. അപ്പൊ ഉച്ചക്ക് നമ്മള് കപ്പ ഇങ്ങനെ വരട്ടിയ പോലെയും കഞ്ഞിയും ആക്കാന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഇതാ കപ്പയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടേനും കേട്ടോ, ഭയങ്കര വെയിലും ഒടുക്കത്തെ ചൂട് വേനു. നമ്മളും കൂടി മാറിയതിനു ശേഷം പിന്നെ അങ്ങനെ ആരും നിൽക്കലില്ല കേട്ടാ. ഡെയിലി അങ്ങനെ തുറന്നു വെക്കലില്ല. അപ്പെങ്കിലും കയറിയിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ തുറന്നു വെക്കൂ, അങ്ങനെയാണ്. അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി കഴിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടും ബാക്കി കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതാ അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഉമ്മാന്റെ അനിയത്തിന്റെ വീട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ അവിടെ കുഞ്ഞു കുട്ടികളുള്ളതുകൊണ്ട് തന്നെ കുറെ കളിക്കുന്ന സാധനം ഉള്ളതുകൊണ്ട് മോക്ക് പിന്നെ അവിടെ എത്തിയപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് കളിച്ച് പിന്നെ അവിടെ കുറച്ച് കിളികളും ചെടികളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഈ ലവ് ബേർഡ്സിന്റെ ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ലോ. ഈ ലവ് ബേർഡ്സ് വേറെ തന്നെ ഒരു സൗണ്ട് ആക്കുമല്ലോ, ഒരു കലവില സൗണ്ട് കേൾക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഇതാ കുറെ ലവ് ബേർഡ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതാണ് കേട്ടാ നമ്മളെ തറവാട്. ഞാൻ കുറെ വർഷങ്ങൾ താമസിച്ച് ജനിച്ചു വളർന്ന് കളിച്ച മുറ്റവും തറവാടിലാണ് കേട്ടാ ഇത്. അപ്പൊ മാഷാ അല്ലാ ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ആ ഒരു ടൈമിലുള്ള പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഹോം ടൂർ എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തറവാടിന്റെ. ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ ചെയ്യണം. അങ്ങനെ ഇതാ കപ്പയെല്ലാം മുളകും ഉപ്പും മറ്റേ ഉള്ളിയും എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ കഞ്ഞിയെല്ലാം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു വൈബാണല്ലോ, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അടുപ്പത്ത് പണ്ടത്തെ ആ ഒരു ഓർമ്മ പുതുക്കുന്ന പോലെ അടുപ്പത്ത് വെച്ച കഞ്ഞിയും കപ്പയും. അങ്ങനെ ഇതാ കുറെ തേങ്ങയെല്ലാം ചിരണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കൂടിയിട്ട് തേങ്ങയെല്ലാം ചിരണ്ടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ. എല്ലാരും ഈ ടൈം എത്തിയിട്ടുണ്ടായില്ല, ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂനു. അങ്ങനെ ഇതാ ഓരോ ആള് വന്നിട്ട് അങ്ങനെ കഞ്ഞിയെല്ലാം ഇളക്കുന്നുണ്ട്. അതെല്ലാം ഒരു രസമാണല്ലോ. നമ്മളല്ലെങ്കിൽ വീട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ അടുപ്പത്ത് അങ്ങനെ വെച്ച് കഴിക്കലൊന്നുമില്ലല്ലോ. അപ്പൊ ഇതെല്ലാം ഒരു വേറെ തന്നെ ഒരു വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഇതാ തേങ്ങന്റെ വെള്ളം കുടിക്കാൻ ഒരാള്, തേങ്ങ ചിരണ്ടാൻ ഒരാള്, തേങ്ങ പൊട്ടിക്കാൻ ഒരാള്, എല്ലാം കൊണ്ടും കുറെ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു രസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതാ ഈ തറവാടെല്ലാം മൊത്തത്തിൽ ഉള്ളെല്ലാം ഫുൾ ശോകാവസ്ഥയേനു. അപ്പൊ കുറെ ക്ലീനെല്ലാക്കി അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടാണ് കേട്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ പരിപാടി നടത്തുന്നുണ്ടായത്. അങ്ങനെ ഇതാ കുടിക്കാൻ വേണ്ടിയിട്ട് ടാങ്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സ്ക്വാഷും ഉണ്ട്. അപ്പോൾ അതെല്ലാം കലക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ വരുന്നവർക്കും നമുക്കും എല്ലാവർക്കും കുടിക്കണല്ലോ, ചൂടും അല്ലേ ഒന്നാമത്. അതുകൊണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങനെ കലക്കി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ വേണം അളക്കാന്, ഒരു വലിയ കയ്യിലാ. അങ്ങനെ നേരത്തെ ഒരു കപ്പന്റെ ചെമ്പ് മതിക്കുന്ന ഒരു കുഞ്ഞളനെ കണ്ടിട്ടില്ലേ, അത് നമ്മളെ കുഞ്ഞളിയാണ്, നമ്മളെ സ്വന്തം പ്യാപ്പിള. അപ്പൊ നല്ല വൈബാണ് കേട്ടാ. അപ്പൊ ഇങ്ങനെ വേറെ പ്യാപ്പിളയൊന്നും ഇല്ലാലോ, ഞാൻ മാത്രല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്.
അങ്ങനെ ഇതാ കഞ്ഞിയെല്ലാം ആയി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാക്കി കപ്പന്റെ പരിപാടികളെല്ലാം നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ കഞ്ഞിയും പിന്നെ കഞ്ഞി കുടിക്കാത്ത ആൾക്കാർക്ക് ചോറും കുറച്ച് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പയിൽ കൊട്ടിട്ടിട്ട് വെക്കാന്നാണ് കേട്ടോ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പൊ കൊട്ടിട്ടത് കുറേ ആൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് കൊട്ടിടാത്ത കപ്പയാക്കിയിട്ടുണ്ടായത്. ആദ്യം ചക്ക വെക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ ചക്ക മുറിക്കാനും എല്ലാത്തിനും കുറേ ടൈം അതിൽ തന്നെ പോകുന്നെല്ലാം പറഞ്ഞാണ് പിന്നെ ചക്ക മാറ്റിയിട്ട് കപ്പയാക്കിയത്. അങ്ങനെ കൊട്ടിട്ടതും പിന്നെ മാറ്റിയത് കുറേ ആൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഇതാ ഇവിടെ കുറേ ചക്കയുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു തറവാട്ടില് നമ്മളെ വീട്ടിന്റെ അവിടെയൊന്നും തീരെ കാണാത്തൊരു സാധനമാണ് ചക്ക. അപ്പൊ ഇവിടെ കുറേ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മളെ തറവാട്ടിൽ നിന്ന് പോകുമ്പോ കേട്ടോ ഉമ്മ എപ്പോഴും ചക്ക കൊണ്ടുപോക്ക്. അങ്ങനെ എല്ലാവർക്കും ടാങ്ക് കൊടുക്കുന്ന ടൈം പിന്നെ മൂക്ക് പിന്നെ ഇത് കണ്ടാൽ പിന്നെ വേറൊന്നും വേണ്ടി വരില്ല. ടാങ്ക് മാറ്റി കുലുമാലാക്കും. അപ്പോൾ കുപ്പി തന്നെ വേണം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ തറവാടിന്റെ ബാക്ക് സൈഡാണ് കേട്ടാ ഇത്. ഇവിടെ കുറേ പ്ലാവുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ പണ്ടത്തെ അത്ര ചക്കയില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഇപ്പം കുറെ ചക്കയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ വീടാണ്. ഞാൻ ഫസ്റ്റ് നേരത്തെ കാണിച്ചെന്ന് തോന്നുന്നേ. അപ്പൊ എല്ലാരും കൂടിയിട്ട് ഇവിടെയാണ് കേട്ടാ ഉള്ളത്. അപ്പൊ നമുക്ക് കഞ്ഞി വേറെ തന്നെ വൈബിലി കുടിക്കാന്ന് പറ്റാന്ന് പ്ലാവിലെല്ലാം കുറെ പോയിട്ട് പറിച്ചിട്ട് ഈർക്കിളി കുത്തിയിട്ട് ഇങ്ങനെ സ്പൂൺ ആക്കുമല്ലോ. അപ്പോ അതേപോലെ ആക്കിയിട്ട് കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കും അങ്ങനെ ഒരു ഓർമ്മയില്ല കേട്ടോ ഇത് എങ്ങനെയാണ് ആക്കാന്ന്. അപ്പൊ ഇങ്ങനെ അറിയുന്ന ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെയാ ആക്കാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കാന്ന് വിചാരിച്ചു കേട്ടാ. അപ്പൊ ഒരു രസമില്ലേ ഇങ്ങനെയെല്ലാം കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട്. നമ്മൾ സാധാരണ സ്പൂണും പ്ലേറ്റെല്ലാം വെച്ച് കുടിക്കുന്നതിനേക്കാളും ഒരു വേറെ തന്നെ രസമാണല്ലോ. അപ്പൊ മെയിനായിട്ട് ഈ ഒരു കുടുംബ സംഗമത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഫുള്ളൊരു പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കുന്ന പോലെയാണ് കേട്ടാ. കഞ്ഞിയും കപ്പയും പിന്നെ കഞ്ഞി കുടിക്കാൻ പ്ലാവിലയും എല്ലാം മൊത്തത്തിലൊരു നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുറേ പ്ലാവില വരച്ചിട്ടുണ്ട്, കുറേ ഇറുക്കിളി വരച്ചിട്ടുണ്ട്. അങ്ങനെ പച്ച ഇറുക്കിളി അങ്ങനെ കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഉണങ്ങിയ ഇറുക്കിളിയും എല്ലാം കൊണ്ട് മൊത്തത്തിൽ അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാരും അവരവരെ സ്വന്തം സ്റ്റൈലിൽ പല തരത്തിലുള്ള പല ടൈപ്പ് സ്പൂൺ ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ. എല്ലാരും ആക്കിയതും പല ഷേപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇത് നമുക്കൊരു കുടിക്കാൻ പറ്റിയ ഒരു ലെവലിൽ ഇങ്ങനെ ഓരോ ആളാക്കി വരുമ്പോഴത്തേക്ക് ഓരോ ലെവലായതാണ്. എന്തായാലും നമുക്ക് കഞ്ഞി കുടിച്ചാൽ മതിയല്ലോ. അങ്ങനെ പറ്റാൻ കേട്ടാ ഓരോ ആൾ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പൊ ഇതെല്ലാം നല്ല രസമാണ് ഇങ്ങനെയെല്ലാം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാരും കൂടിയിട്ട് ഓരോ കഥയും പറഞ്ഞ് അങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനാണ് കേട്ടാ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു കയ്യിൽ മോളെയും തട്ടിയിട്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും കൂടി ആക്കുന്നുണ്ട്. ഓ ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ദിവസം വീഡിയോ എടുക്കലേ. നമ്മളെപ്പോ വിചാരിക്കും എങ്ങനെയാ വീഡിയോ എടുക്കലേന്ന്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ മോളിങ്ങനെ കളിച്ചോളും. ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും കൺമുന്നിൽ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്റെ ബേക്കിൽ വന്നിട്ട് ഞാൻ തട്ടേണ്ടി വരും. അങ്ങനെയല്ലാണ് ഇപ്പത്തെ അവസ്ഥ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് ആ കൊള്ളി ഈ സംഭവം ബേക്കിലാ വേണ്ടേ. ഇതായിട്ട് ഇങ്ങനെ ആവുമ്പോ ഇത് കുത്തിപ്പോരെ. ഇത് കുത്തൂല, ഇത് മുറിച്ചു ഇതാണ് പിടിക്കണ ഇപ്പുറം. എന്നോട് പറഞ്ഞ വീടിയാന്ന് അതെന്താന്നറിയാ ഈ ഭാഗത്താകുമ്പോ കഞ്ഞി കോരാൻ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കുടിക്കും. അടക്കം വയ്ക്കാൻ വേണ്ടി ഇത് ആക്കി നോക്കട്ടെ. കുടിച്ചു നോക്കിട്ട് കഞ്ഞി എടുത്തിട്ടാ. അങ്ങനെ ഈ ഒരു പ്ലാവിലിനെ കൊണ്ട് കുറേ ടൈം അങ്ങനെ പോയിന് കേട്ടാ. ഇത് ഇങ്ങനെ ഈർക്കിളി വെച്ച് കുത്തന്റെ സൈഡ് ഏതാണെന്ന് കുറെ കൺഫ്യൂഷനായി. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ എങ്ങനെ കഞ്ഞി കുടിക്കുന്നായി. മൊത്തത്തിൽ ഫുള്ള് രസമാണ് കേട്ടാ. നല്ല രസമുണ്ടേനു ഈ ഒരു സംഭവം എല്ലാം ആക്കുന്നിടത്ത്. അപ്പൊ ഇങ്ങനെ ഒന്നാക്കിയിട്ട് അടുത്തതാക്കുമ്പോ പിന്നെയും എന്തെങ്കിലും ഒരു ഡൗട്ട് വരും. അങ്ങനെ ലൈറ്റ് എങ്ങനെയല്ലോ കുറെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് കഞ്ഞി കുടിക്കല് വേറെ തന്നെ രസമാണ് കേട്ടാ. നല്ല രസമുണ്ട്. ഇതാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് വേറെ തന്നെ ഒരു വൈബ് തന്നെയായിരുന്നു. ഒരു എന്താന്നറിയില്ല, നല്ല രസമുണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഓൺ വോയിസ് വെച്ചിട്ട് തന്നെ വീഡിയോ എടുക്കണം എന്നെല്ലാം വിചാരിച്ചത് കേട്ടാ. പക്ഷെ ഭയങ്കര കലപില സൗണ്ടാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ക്ലിയർ ആവൂല കേൾക്കുന്നത്. അതാണ് കേട്ടാ ഇടക്കിടക്കല്ല ഇങ്ങനെ വോയിസ് ഓവർ എല്ലാം കൊടുക്കേണ്ടി വരുന്നത്. സത്യം പറഞ്ഞ വോയിസ് ഓവർ കൊടുക്കുമ്പോ എന്താ പറയണ്ടേന്ന് തന്നെ എനിക്ക് തിരിയുന്നില്ല. ഇങ്ങനെ ആ ഒരു വോയിസിൽ തന്നെ കേൾക്കുമ്പോ ഇതിനേക്കാളും രസം ഉണ്ടാവുകയും പിന്നെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ തട്ടിക്കൂട്ടി പോക്കന്നെ. അങ്ങനെ നമ്മൾ ഉമ്മാന്റെ അനിയത്തിന്റെ വീട്ടിലാണ് കേട്ടാ
ഈ പ്ലാവിലെല്ലാം സെറ്റാക്കി എടുത്തത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് അതെല്ലാം എടുത്തിട്ട് പിന്നെ തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കപ്പയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ രാത്രിയേക്കുള്ള ചിക്കനെല്ലാം ക്ലീൻ ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ കുടിക്കേണ്ട വെള്ളമെല്ലാം ഇങ്ങനെ തിരുന്നേന് ഇങ്ങനെ പിന്നെയും നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല പച്ചമുളകും എന്തെല്ലോ ചപ്പും എല്ലാം ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കിയതാണ്. അങ്ങനെ കുറച്ച് ചമ്മന്തിയും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആക്കിയതേനു, ചമ്മന്തിയും കൂടി ആക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ കഞ്ഞിയും ചമ്മന്തിയും കപ്പയും എല്ലാം ആയിട്ട് ഒരു അടിപൊളി ഉച്ചക്കത്തെ ഒരു സദ്യ അല്ല, ഒരു കഞ്ഞി സദ്യ എന്ന് വേണമെങ്കിൽ പറയാ, ഒരു മിനി കഞ്ഞി സദ്യയേനു. അങ്ങനെ ഇതാ ഓരോരോ ആൾക്കാർക്ക് ഓരോ ഉള്ള ബൗളിലെല്ലാം വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ടോട്ടലി 50 കുട്ടികളടക്കം 50-ലധികം ആൾക്കാരുണ്ട് കേട്ടോ. വലിയ ആൾക്കാർ തന്നെ 30-ലധികം ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് ഓരോ ബൗളിലാക്കിയിട്ട് അങ്ങനെ കഞ്ഞിയെല്ലാം സെറ്റാക്കി വിളമ്പി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്, ചിക്കൻ ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. എല്ലാവരും പുറത്ത് അങ്ങനെ ഇരുന്നിട്ട് വട്ടത്തിൽ അങ്ങനെ ഇരുന്നിട്ടേനും കഴിച്ചിട്ടുണ്ടായത്. അപ്പം നിലത്തിരിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെല്ലാം ഇങ്ങനെ ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ടും കഴിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി ഇരുന്ന് കഞ്ഞിയും ഈ ഒരു പ്ലാവില കഞ്ഞി കുടിക്കുന്ന ടൈമാണ് കേട്ടോ. ഭയങ്കര കൺഫ്യൂഷനായത്, എങ്ങനെയാ ക്വാറന്റൈന് ഭയങ്കര ഡൗട്ടേനു. അങ്ങനെ ഇതാ കഞ്ഞിയും നമ്മുടെ ഈ ഒരു ചമ്മന്തിയും കപ്പയും എല്ലാം കൂടി കഴിക്കാൻ നല്ല രസമുണ്ടായിട്ടുണ്ട്. ഒരു ചൂട് സമയമല്ലേ, ആ ഒരു ചൂട്ടിന് ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ വേറെ തന്നെ രസമാണ്. എനിക്ക് പൊതുവേ കഞ്ഞി അത്ര ഇഷ്ടമില്ലാത്ത ആളെന്ന്, പക്ഷെ എന്താണെന്നറിയില്ല, ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നി. ഇതിനു മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു കുടുംബസംഗമം പോലെ ആക്കിയത് 2019 2019 ചെറിയ പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത്, ചെറിയ പെരുന്നാളിൻ്റെ അന്ന്. അപ്പം നമുക്ക് പെരുന്നാൾക്ക് എല്ലാവർക്കും കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റി ആ ഒരു ചെറിയ പെരുന്നാൾ സമയത്തേനും കേട്ടോ ആക്കിയിട്ടുണ്ടായത്. ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ കൂടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല രസമുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഡ്രസ് കോഡെല്ലാം ആക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നല്ല രസമായിരുന്നു. അന്ന് ഉച്ചക്ക് നമ്മൾ ബിരിയാണി പുറത്തുനിന്ന് അങ്ങനെ വെപ്പക്കാരെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ആ ഒരു സമയത്തൊന്നും പിന്നെ യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരു ഓർമ്മ പോലും ഇല്ല. കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാൻ നല്ലൊരു വൈബാണല്ലോ. അതാണ് അങ്ങനെ എല്ലാ ഭാഗവും ഓരോ ഭാഗവും അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അപ്പം നമുക്കിതെല്ലാം പിന്നെയും കാണണം എന്നെല്ലാം തോന്നുമ്പം കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അപ്പം ഇപ്പം തന്നെ നമ്മളെല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ബ്ലാക്ക് കളർ ഡ്രസ് കോഡ് ആക്കിയതാണ്. അപ്പോൾ പരിപാടിന് രണ്ടല്ല തലേന്ന് അങ്ങോട്ടാണ് പറയുന്നത് എല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടണമെന്ന്. ബ്ലാക്ക് ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. ബാക്കി ഏതെങ്കിലും കളറാകുമ്പോൾ ആരുടെങ്കിലും ഇല്ലാണ്ടല്ലോ നിൽക്കുമല്ലോ. പിന്നെ ഇതിനായിട്ട് പെട്ടെന്ന് ആർക്കും പോയിട്ട് എടുക്കാനോ ഒന്നും കഴിയൂലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരുടെ അടുത്തും ഉള്ള ബ്ലാക്ക് കളർ ഡ്രസ്സാണ് അങ്ങനെ ചൂസ് ചെയ്തത്. ഈ ഒരു ചൂട് സമയത്ത് ബ്ലാക്ക് കളർ ഡ്രസ്സെല്ലാം ഇടല് വലിയ ടാസ്കിന് വന്നാലും അങ്ങനെ എല്ലാവരും ഇട്ടിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഫസ്റ്റ് നമ്മൾ ചിക്കന് ഗ്രില്ല് ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് കുറേ ടൈം എടുക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് കബാബ് പോലെ ആക്കി എടുക്കാന്ന്. അങ്ങനെ അതിൻ്റെ മസാല എല്ലാം സെറ്റാക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇങ്ങനെ ചെമ്പലുണ്ടല്ലോ, ഇത് നമ്മളെ കഞ്ഞിയും കപ്പയും എല്ലാം വെച്ചിട്ടുണ്ടായ ആ ഒരു ചെമ്പെല്ലാം കഴുകി ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇതാ കബാബിൻ്റെ മസാലക്കുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇതാ ചിക്കനെല്ലാം കുട്ടി പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടുണ്ട്. ആദ്യം ചിക്കൻ ഒരു 6 പീസാക്കിയിട്ട് ഗ്രില്ല് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ നിന്നിട്ട് തന്നെ കുറേ ടൈം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും ഗെയിം പോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ടാണ് അങ്ങനെ കബാബിലേക്ക് മാറിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു അമ്മായിയുണ്ട്, ഭയങ്കര കബാബ് സ്പെഷ്യലിസ്റ്റാണ്. കബാബിന് നല്ല അടിപൊളി മസാലയാക്കും. അങ്ങനെ ഇതാ അമ്മായി ഇങ്ങനെ മസാലയിലാക്കിയിട്ട് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ കഞ്ഞി കുടിക്കലെല്ലാം കഴിഞ്ഞ പാട് ചിക്കൻ്റെ പരിപാടികൾ തുടങ്ങിയ കേട്ടാ. ഇതിങ്ങനെ മസാല പുരട്ടിയിട്ട് മാറിനേറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിക്ക് അങ്ങനെ മസാല പിടിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഗെയിമെല്ലാം കളിച്ച് വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ പണികളും സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് കേട്ടാ. ഇതിങ്ങനെ 2 ചെമ്പിൽ കാണുമ്പോൾ കുറേ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരും ഉണ്ടല്ലോ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം, അത്രത്തോളം ആൾക്കാരും ഉണ്ട്. അപ്പോൾ രാത്രി നമ്മൾ ചിക്കൻ കബാബും പൊറോട്ടയുമാണ് കേട്ടാ ആക്കാന്ന് വിചാരിക്കുന്നത്.
അപ്പോൾ പൊറോട്ട നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഈവനിങ് ആയപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കുഴലപ്പം, ബിസ്ക്കറ്റ്, പിന്നെ തൊപ്പി കേക്ക് ഇല്ലേ, കപ്പ് കേക്ക്, ഇതെല്ലാം കേട്ടാ ഉണ്ടായിട്ടുണ്ടായത്. എല്ലാം വാങ്ങിച്ചത് തന്നെയായിരുന്നു. അപ്പോൾ കുഴലപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പരിസരത്ത് എത്തിയിട്ടില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പണ്ടെല്ലാം ഇങ്ങനെ തറവാട്ടിൽ നിന്ന് ഉണ്ടാക്കലുണ്ടായിരുന്നു കുഴലപ്പെല്ലാം. അപ്പോൾ അതെല്ലാം നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൂസ്റ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഐസും എടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഒന്നും ശരിയല്ലെങ്കിലും ഐസല്ലേ കണ്ടപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഇരുടാകുന്നതിന് മുന്നേ എടുക്കണമല്ലോ. അപ്പോൾ രാവിലെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കണം. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മളെ ഗെയിമെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലെമൺ സ്പൂണേനു. അപ്പോൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് വരെ ആവാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയും കൂടി കളിപ്പിക്കണമല്ലോ. അപ്പോൾ കുട്ടികളെയും എല്ലാവരും വലിയ ആൾക്കാരും എല്ലാവരും കൂടി കളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതെല്ലാം കളിച്ച് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ലെമൺ സ്പൂൺ കളിച്ച് ഫൈനൽ റൗണ്ട് എത്തുമ്പോഴത്തേക്ക് തന്നെ കുറേ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊറോട്ട ആയിനോ നോക്കാനല്ല, ജസ്റ്റ് ഒന്ന് പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊറോട്ട ചുടുന്ന അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇതെല്ലാം ഒരു കാണാനൊരു രസമാണല്ലോ. അങ്ങനെ ഇതാ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ രാത്രി ഒരു 8-8:30 എല്ലാം ആകുമ്പോഴത്തേക്ക് മതിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അത് ഇവർ ഇങ്ങനെ കുറേ പൊറോട്ട ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്പീഡിൽ നല്ല അടിപൊളിയായിട്ട് പൊറോട്ട ആക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊറോട്ടയും. അങ്ങനെ വീഡിയോയിലെടുത്ത് വന്ന് പിന്നെ മരിബെല്ലാം കഴിഞ്ഞ് മരിബസ്കാരെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം എല്ലാവരും വർത്താനെല്ലാം പറഞ്ഞിരുന്ന്. പിന്നെ ഇതാ രാത്രിക്കുള്ള മയോണൈസ് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്കാണ് ചിക്കൻ ചുടാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകാൻ വേണ്ടി പോക്കാണ്. അപ്പോൾ അന്ന് ഇവിടുന്ന് സലാഡും കൂടി ആക്കിയെടുക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതാ ക്യാബേജ് ക്യാരറ്റൊക്കെ ആക്കിയിട്ടെല്ലാം വെച്ചിട്ട് സലാഡും കൂടി ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അതെല്ലാം അങ്ങനെ വീഡിയോ എടുത്ത് ലാസ്റ്റ് ഇതാ ചിക്കൻ ചുടുന്ന അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സോറി, ചിക്കൻ ചുടുന്നതല്ല, കബാബ് ഫ്രൈ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയൊരു ലൈറ്റേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതാണ് വീഡിയോ കുറച്ചൊരു ക്ലിയർ കുറവ്. അങ്ങനെ പിന്നെ ചിക്കൻ ആണല്ലോ, അതുകൊണ്ട് നല്ല സ്മെല്ലും ഉണ്ടായിട്ടുണ്ട്. ഒരു കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ ടൈം ഇവിടെ തന്നെ നിന്ന് കേട്ടാ. വെറുതെ ഇങ്ങനെ ഇളക്കാനും അങ്ങനെയെല്ലാം നിന്ന് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തെറിക്കുന്നുണ്ടേനു. അങ്ങനെ ചിക്കൻ ചിക്കൻ കബാബെല്ലാം ആക്കി അതിൻ്റെ ടേസ്റ്റെല്ലാം നോക്കിയിട്ട് വീണ്ടും മയോണൈസ് ആക്കുന്നിടത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഒരു കസിനാണ് ആക്കുന്നുണ്ടായത്. അപ്പം മുട്ട വെച്ചിട്ടാണ് കേട്ടോ മയോണൈസ് ആക്കുന്നത്. അപ്പോൾ ഇതാ 2 ബൗൾ നിറച്ചുകൊണ്ട്. അപ്പം പാല് വെച്ചിട്ടുള്ളത് അങ്ങനെ ആരും ഇവിടെ നിന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകും. അതുകൊണ്ടാണ് മുട്ട വെച്ചിട്ടുള്ളതാക്കുന്നത്. എനിക്കിപ്പോൾ എന്തോ പാലിൻ്റെതാക്കിയിട്ട് മുട്ടൻ്റെത് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടാ. അങ്ങനെ ഇതാ ലാസ്റ്റ് പൊറോട്ടയും കബാബും മയോണൈസും പിന്നെ നമ്മളെ സലാഡും എല്ലാം കൂടി അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടാ നമ്മുടെ ഉമ്മാമ. അപ്പോൾ ഇതാ എല്ലാവർക്കും കൂടി പൊറോട്ടയിൽ ഇട്ടുകൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര സമയത്തും എൻ്റെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടി വിട്ടുപോറ്, ലൈക്ക് എന്തായാലും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി, ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്നും കൂടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. പിന്നെ ഇതാ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങളെ കമൻറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പുതിയ കമൻറ്റും പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റും എല്ലാം കാണുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു കമൻറ്റെങ്കിലും ഇടുക. അങ്ങനെ ഇതാ ലാസ്റ്റ് മുട്ടായി പെറുക്കൽ മത്സരം നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഞാൻ മോളെയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് മുട്ടായി പെറുക്കാൻ നിൽക്കുമോ എന്താണെന്നൊന്നും അറിയില്ലേനു, അങ്ങനെ ഇരുത്തിയതാണ്. അപ്പോൾ അനങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇരുന്നോണ്ടാവുമെന്ന് അറിയില്ല, അനങ്ങാണ്ട് അവിടെ ഇരുന്നിട്ടുണ്ട്.
അങ്ങനെ ഇതാ എൻ്റെ കസിൻ്റെ കയ്യിൽ മുട്ടായിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ പിന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക മുട്ടായി ഇക്കാക്ക മുട്ടായി എന്ന് വെച്ചിട്ട് 2 കൈയും നീട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഇതാ അവസാനം അങ്ങനെ അനങ്ങാണ്ടിരുന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇരിക്കുമെന്ന്, എണീച്ച് വരുന്നുള്ള ആ ഒരു ഇതിൽ ഇരുത്തിയിട്ടുണ്ടായത്. അപ്പം മുട്ടായി ഇടാൻ നേരില്ലാണ്ട് തന്നെ 2 കൈയിലും ഓരോന്ന് മാത്രം എടുത്തിട്ട് അനങ്ങാണ്ട് നിന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ ഈ ഒരു എക്ലെയർ ഇങ്ങനത്തെ ടൈപ്പ് മുട്ടായി എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത മുട്ടായി അങ്ങനെ എടുക്കൂല കേട്ടാ. അപ്പോൾ എണീച്ച് വരുന്ന ടൈം ആ 2 കൈയിലുമുള്ള ഓരോന്ന് ഒന്ന് താലിട്ടിട്ട് ഒന്ന് മാത്രം എടുത്തിട്ടാണ് കേട്ടാ വന്നിട്ടുണ്ടായത്. അപ്പോൾ വെറുതെ ഒരു രസത്തിന് അങ്ങനെ ഇരുത്തിയതാണ്. അങ്ങനെ എല്ലാവർക്കും മുട്ടായും മഞ്ചെല്ലാം കൊടുത്ത് പിന്നെ ഇതാ ബലൂണ് പൊട്ടിക്കൽ മത്സരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്കെല്ലാം ബലൂണെല്ലാം കൊടുത്തിട്ട് അങ്ങനെ നിർത്തിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം നല്ല രസമാണല്ലോ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പം മുറ്റത്ത് മണ്ണായോണ്ടിനും ഭയങ്കര മണ്ണിങ്ങനെ പാറുന്നുണ്ടായിട്ടുണ്ടേനു. അപ്പം ഇങ്ങനെ ബലൂണ് കണ്ടപ്പം പിന്നെ മൂക്ക് എന്തായാലും ബലൂണ് വേണം കേട്ടോ. അതുകൊണ്ട് ഓരോന്ന് പൊട്ടുന്നതിന് ഓരോന്ന് പിന്നെയും ഊതിയിട്ട് കയ്യിൽ കൊടുത്തിട്ടാണ് കേട്ടോ അനങ്ങാണ്ട് നിർത്തിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഇതാ എല്ലാവരും കൂടി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളിക്കാൻ വിചാരിച്ചിട്ട് കളിക്കാത്ത ഒരു ഗെയിം എന്ന് പറയുന്നത് കസേരക്കളിയാണ് കേട്ടാ. അപ്പോൾ അത് കളിക്കണം എന്ന് തന്നെ വിചാരിച്ചതിനും പിന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓടുന്നതിൻ്റെ ഇടക്ക് വെറുതെ കസേരയിൽ നിന്ന് വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ പിന്നെ അതങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടായത്. അങ്ങനെ ഗെയിമെല്ലാം കണ്ടുകൊണ്ട് എല്ലാവരും കുറേ കൂൾ ഡ്രിങ്ക്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കുടിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഗെയിമെല്ലാം ഇങ്ങനെ കാണുന്നുണ്ടായത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടും കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ നല്ല വൈബേനു. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് മറക്കാൻ പറ്റൂല, അത്രയും അടിപൊളിയേനു. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ഇതേപോലെ ഇനിയും ഒരു മീറ്റപ്പ് പെട്ടെന്ന് തന്നെ നടത്തണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ഇതേപോലെ ഒത്തുകൂടി കഴിഞ്ഞാൽ പിന്നെയും ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് തോന്നിപ്പോകും കേട്ടാ. നല്ല രസമാണ്. ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാണണമെങ്കിൽ ഇങ്ങനെയെല്ലാം എന്തെങ്കിലും ചെയ്താലല്ലേ കാണുള്ളൂ. എല്ലാവരും ഇപ്പോൾ വീടെല്ലാം എടുത്ത് ഓരോ ഭാഗത്തേക്കെല്ലാം മാറി. അപ്പോൾ എന്തെങ്കിലും കല്യാണമോ പരിപാടിയെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവരെയും കാണും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇല്ലാണ്ട് നമുക്കായിട്ടൊരു ദിവസമായിട്ട് ആക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മീറ്റപ്പ് ചെയ്യണം കേട്ടാ, എന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ. അപ്പോൾ കുറേ ഇങ്ങനെ പുറത്തേക്കെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പോകാം ടൂർ പോകാമെന്നെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നടക്കണമെങ്കിൽ കുറേ ദിവസം എടുക്കും കേട്ടാ. ഇത് പെട്ടെന്ന് നടന്ന് മീറ്റപ്പേനു. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മളെ മത്സരങ്ങളെല്ലാം ഭയങ്കര വാശിയോടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റും കൂടി വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചതായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഗിഫ്റ്റൊന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടാ. അപ്പം അത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. കുട്ടികൾക്കെല്ലാം ഒരു സന്തോഷമാണല്ലോ ഇങ്ങനെ ഗിഫ്റ്റെല്ലാം കിട്ടുമ്പോൾ, ഗെയിമെല്ലാം കളിച്ച് ഗിഫ്റ്റെല്ലാം കിട്ടിയാൽ നല്ല രസമാണല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ നേരത്തെ ഫുഡ് കഴിക്കാൻ ബാക്കിയുള്ളവരെല്ലാം പിന്നെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്നും കൂടി കൊടുക്കുക. അപ്പോൾ ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. കണ്ടിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കമൻറ്റും കൂടി ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.